ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLBയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഫ്രഷായി വന്ന് രുക്കു അച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, അച്ചു ഈ ബാത്റൂമിൽ ഹീറ്റർ ഇല്ലാലേ എന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ഇല്ല, അനന്തേട്ടന്റെ റൂമിലുണ്ട്, നിനക്ക് ചൂടുവെള്ളം വേണമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, വേണ്ട, ഇതിപ്പോ ചൂടുകാലല്ലേ, തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാണ് സുഖം, അക്കാലത്ത് ചൂടുവെള്ളം വേണ്ടി വരുമെന്ന് പറയാണ്. പിന്നീട് രുക്കു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നേരം നിന്റെ അനന്തേട്ടനെ പുറത്താക്കിയിട്ട് നമുക്ക് ആ റൂം എടുക്കാമെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് രുക്കു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചിന്നു വരുന്നത്. ഞമ്മാവ എന്ന് വിളിക്കുന്നതും അച്ചു ചിന്നുവിനോട് ആ ചിന്നുമോളെ ഉള്ളിലേക്ക് കയറിവാ എന്ന് പറയുന്നുണ്ട്. പിന്നീട് രുക്കു ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് ചിന്നുവിനെ ഫ്രീ ആയിട്ട് കിട്ടിയതേ ഇല്ലല്ലോ എന്ന്. ചിന്നു അപ്പൊ അച്ചുവിനെയും രുക്കുവിനെയും ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാൻ വായു എന്ന് പറയാണ്. അച്ചു അപ്പോ ചേട്ടന്മാര് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ചിന്നു അപ്പൊ ഉണ്ടെന്നും പറയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, ശരി, ഞങ്ങളിപ്പോ വരാമെന്ന് പറയാണ് ചിന്നുവിനോട്. ചിന്നു പോയതിനു ശേഷം അച്ചു രുക്കുവിനോട് പറയുന്നുണ്ട്, ചേട്ടന്മാര് കഴിച്ചു കഴിയട്ടെ, എന്നിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അതിന്റെ ആവശ്യം എന്താണ്, നമ്മൾ എന്തിനാണ് മാറി നിൽക്കുന്നത്, നമ്മൾ എന്തവിടെ രണ്ടാം തരക്കാരായിരുന്നോ, നീ വാ അച്ചു എന്ന് പറഞ്ഞ് രുക്കു ഭക്ഷണം കഴിക്കാനായി പോവുകയാണ്. അച്ചു മനസ്സില്ലാ മനസ്സോടെ രുക്കുവിന്റെ കൂടെ പോകുന്നുണ്ട്. അതിനുശേഷം രുക്കുവിനെയും വളരെ സന്തോഷത്തോടെ തന്നെ വിളിച്ച് അർച്ചന അവരെ അവിടെ ഇരുത്തുന്നുണ്ട് ഭക്ഷണം കഴിക്കാനായി. അർച്ചന അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാനായി പോകുമ്പോഴാണ് പെട്ടെന്ന് ആരോ കോളിംഗ് ബെല്ല് വന്നടിക്കുന്നത്. ഇതിനപ്പോ പറയുന്നുണ്ട്, ആ ചന്ദ്രകാന്തത്തിൽ നിന്ന് ആരെങ്കിലും വന്നതായിരിക്കുമെന്ന് പറയുമ്പോൾ രുക്കുവിനാകെ വല്ലാതാവുന്നുണ്ട്. പിന്നീട് രുക്കു പറയുന്നുണ്ട്, ആരും വരണമെന്നില്ല, എല്ലാവരും കഴിക്കെ, ഞാൻ പോയി നോക്കിക്കോളാം എന്ന് പറഞ്ഞ് രുക്കു പോയി ആരായെന്ന് നോക്കുകയാണ്. വാതിൽ തുറന്നു നോക്കുമ്പോൾ അതൊരു ഡെലിവറി ബോയ് ആയിരിക്കും. രുക്കു അച്ചുവിനും രുക്കുവിനും വേണ്ടിയിട്ട് ഫുഡ് പുറത്തുനിന്നും ഓർഡർ ചെയ്തതാണ്, അതുകൊണ്ട് വന്നതാണ് ആ ഡെലിവറി ബോയ്. ആ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് രുക്കു ഉള്ളിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അച്ചുവിനുള്ള ഭക്ഷണം കൊടുക്കുകയാണ് രുക്കു. അച്ചു അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്താണ് രുക്കു ഇതെന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു എന്ന് പറയുമ്പോൾ അച്ചു ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, അതിന്റെ ആവശ്യം എന്താണെന്ന്. രുക്കു അപ്പൊ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. മുകുന്ദനും അനന്തനും അപ്പൊ പറയുന്നുണ്ട്, വേറെ എന്തിനാണ്, ഞങ്ങളെ എല്ലാവരെയും ഇൻസൾട്ട് ചെയ്യാനാണെന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഇപ്പോൾ എല്ലാ വീട്ടിലും ഇതുപോലെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാറുണ്ട്, ധാരയും ഇൻസൾട്ട് ചെയ്യാനൊന്നും അല്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് അനന്തനും മുകുന്ദനും ദേഷ്യം വന്ന് അവിടെ നിന്നും ഫുഡ് കഴിക്കാതെ എഴുന്നേറ്റ് പോവുകയാണ്. പിന്നീട് അർച്ചന രുക്കുവിനോടും അച്ചുവിനോടും പറയുന്നുണ്ട്, ശരി, നിങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കുക എന്ന് പറയുകയാണ്. രുക്കു കഴിക്കാനായി പോകുന്നുണ്ട്. എന്നാൽ അച്ചു കഴിക്കാതെ അങ്ങനെ ഇരിക്കുമ്പോൾ രുക്കു കഴിക്കുകയെന്ന് പറയുന്നുണ്ട്. അച്ചു അപ്പൊ പറയാണ്, ഇവിടെ ചപ്പാത്തിയും കറി ഉണ്ടാക്കിയിട്ടില്ലേ, എനിക്ക് അത് മതി എന്ന് പറയുന്നുണ്ട്. രുക്കുവിന് അത് കേട്ട് ദേഷ്യം വരികയാണ്. അർച്ചന എന്നിട്ട് പറയുന്നുണ്ട്, അച്ചു നീ രുക്കു വാങ്ങിച്ച ഫുഡ് കഴിക്കേ, അത് മതി, പറയുന്നത് കേൾക്ക് എന്ന് പറയുമ്പോൾ അച്ചു അത് തന്നെ കഴിക്കാൻ പോവുകയാണ്. രുക്കുവിന് അപ്പോൾ സന്തോഷാവുന്നുണ്ടെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല, അവന്റെ അർച്ചന ചേച്ചി പറഞ്ഞപ്പോൾ അവൻ വേഗം കേട്ടു, ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് അനന്തനും മുകുന്ദനും കൂടി നിന്ന് സംസാരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന വരുന്നത്. പിന്നീട് രുക്കു ചെയ്ത കാര്യങ്ങളെല്ലാം അനന്തനും മുകുന്ദനും അർച്ചനയോട് സംസാരിക്കുന്നുണ്ട്. അർച്ചന ഇത് കേട്ട് പറയുന്നുണ്ട്, രുക്കു ചെയ്തത് ശരിയായ കാര്യമല്ല, അത് എനിക്കറിയാവുന്നതാണ്, ഇപ്പോഴും നമ്മളെയൊന്നും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, നമ്മളോടൊക്കെ ദേഷ്യം തന്നെയാണ്, അതിന് കാരണം പണ്ട് മുതലേ അവളോട് നമ്മളെ കുറിച്ച് അങ്ങനെയാണ് വിജയ് ശങ്കറും വീട്ടുകാരും പറഞ്ഞു വെച്ചിരിക്കുന്നത്, അഹങ്കാരിയായ ചേച്ചിയുടെ അനുസരണയില്ലാത്ത അനിയന്മാർ, അങ്ങനെയാണ് അവൾ ധരിച്ചിരിക്കുന്നത്, ഇതെല്ലാം മാറിക്കിട്ടാൻ അവൾക്ക് കുറച്ച് സമയമെടുക്കുമായിരിക്കും, എന്തായാലും അവളോട് സംസാരിക്കാമെന്ന് അർച്ചന അനന്തനോടും മുകുന്ദനോടും പറയുന്നുണ്ട്. എന്നിട്ട് അവരോട് ഫുഡ് കഴിക്കാനായി വരാൻ പറയാണ്. എന്നാൽ അനന്തനും മുകുന്ദനും ഞങ്ങൾ വരാം, ചേച്ചി പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാതെ എഴുന്നേറ്റ് പോവുകയാണ്. മഞ്ജുവിനാണെങ്കിൽ വിശന്നിരിക്കുകയാണ്. കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ എന്തായാലും കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് മഞ്ജു ചപ്പാത്തി എടുത്ത് കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പോഴാണ് മഞ്ജുവിന്റെ ഫോണിലേക്ക് ചന്ദ്ര വിളിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവിടുത്തെ കാര്യങ്ങൾ എന്തായി, രുക്കും അച്ചും ആദ്യ രാത്രിക്ക് പ്രവേശിച്ചോ എന്ന് ചോദിക്കുമ്പോ മഞ്ജു പറയുന്നുണ്ട്, അത്താഴം കഴിഞ്ഞതേ ഉള്ളൂ, ഇവിടെ കാര്യങ്ങളെല്ലാം ഇവിടെ പുകഞ്ഞു തുടങ്ങി ചേച്ചി എന്ന് പറഞ്ഞ് അത്താഴം കഴിക്കുമ്പോഴുണ്ടായ സംഭവങ്ങളെല്ലാം മഞ്ജു ചന്ദ്രയോട് പറയുകയാണ്. ഇതെല്ലാം കേട്ട് ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അടിപൊളിയാണല്ലോ, ചുരുക്കത്തിൽ അർച്ചനയും രുക്കും ഒരസില് തുടങ്ങിയല്ലേ, എനിക്ക് തോന്നുന്നത് രുക്കു അവിടെ വന്നത് നന്നായി എന്നാണ്, അർച്ചനയെ രുക്കു നിർത്തി പൊരിക്കും, എനിക്കിപ്പോ ഒരു സമാധാനമായി എന്ന് ചന്ദ്ര പറയുമ്പോ മഞ്ജു പറയുന്നുണ്ട്, എനിക്കും അതുപോലെ തന്നെയാണ് ചേച്ചി, ഇവിടെ എന്തായാലും കാര്യങ്ങളെല്ലാം പുകഞ്ഞു തുടങ്ങി, എന്തെങ്കിലും രാത്രിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ചേച്ചിയെ വിളിച്ചു പറയാം എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട്
അച്ചുവും രുക്കുവും സംസാരിക്കുന്നുണ്ട്. അച്ചു ചോദിക്കുന്നുണ്ട്, നിനക്ക് അനന്തേട്ടനും മുകുന്ദേട്ടനെയും ഒട്ട് പിടിച്ചില്ല എന്ന് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അവരുടെ സ്വഭാവമാണ് എനിക്ക് പിടികിട്ടാത്തത്. എനിക്ക് മാത്രമല്ല ആ ചേച്ചിമാരും അവരെ സഹിക്കുന്നതാവും. ഒരുമാതിരി പഴയ നാലുകെട്ട് വീട്ടിലെ കാരണവരെ പോലെയാണ് അവര് സംസാരിക്കുന്നത്. എന്റെ മുകുന്ദേട്ടൻ എന്തിനാണ് ഈ നാടകക്കാരെ പോലെ ബേസ് വോയിസിൽ സംസാരിക്കുന്നത്? സാധാരണ പോലെ സംസാരിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ഏട്ടന്മാര് പാവങ്ങളാണ്, അത് വിട്, നമ്മൾ എന്തിനാണ് ആ കാര്യമെല്ലാം സംസാരിക്കുന്നത്? എനിക്ക് നിന്റെ വീട് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അങ്ങനെ മിസ് ചെയ്യാതിരിക്കണമെങ്കിൽ വീട് എന്റേതായി എനിക്ക് തോന്നണം, ഇവിടെയുള്ളവർ അങ്ങനെ എന്നെ തോന്നിപ്പിക്കണം എന്ന് പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, അതെല്ലാം ശരിയാവും, പ്രതീക്ഷിതമായി ഉണ്ടായ സംഭവങ്ങളല്ലേ ഇന്നുണ്ടായത്, എല്ലാം ശരിയായി കിട്ടാൻ കുറച്ച് സമയമെടുക്കും, ദിവസം ഇങ്ങനെയെല്ലാം ഉണ്ടായതിൽ എനിക്ക് വിഷമമുണ്ടെന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ, പോലീസ് സ്റ്റേഷനിലോ ഹോസ്പിറ്റലിലൊക്കെ കയറുമെന്നാണ് വിചാരിച്ചത് എന്ന് പറയുന്നുണ്ട്. രുക്കു ചോദിക്കുന്നുണ്ട്, ഞാൻ വോയിസ് മെസ്സേജ് അയച്ചപ്പോൾ നീ എന്താണ് റിയാക്ട് ചെയ്യാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ശരിക്കും ഞാൻ ആ വോയിസ് കേട്ടില്ലായിരുന്നു, രാവിലെയാണ് കേട്ടത്, കേട്ടപ്പോൾ തന്നെ നിന്നെ കാണണമെന്ന് തോന്നി, അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിയതെന്ന് പറയുന്നുണ്ട്. പോട്ടെ, ഞാൻ ആ മെസ്സേജ് കണ്ടില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, മെസ്സേജിൽ പറഞ്ഞതുപോലെ ഞാൻ ജീവൻ ഒടുക്കുമായിരുന്നു എന്ന് പറയാണ്. അച്ചുവിന് അത് കേട്ട് സങ്കടാവുന്നുണ്ട്. അച്ചു പറയുന്നുണ്ട്, നീ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാനും ജീവൻ ഒടുക്കുമായിരുന്നു, നീയില്ലാതെ എനിക്ക് പറ്റില്ലെന്ന് പറയാണ്. ഞാൻ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാതില് ആരോ മുട്ടുന്നത് കേൾക്കുന്നത്. രുക്കു അപ്പൊ ചോദിക്കുന്നുണ്ട്, അതാരാ എന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ചേട്ടത്തിമാരായിരിക്കും, അവര് പാല് കൊടുന്നു തന്നതായിരിക്കും എന്ന് പറയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, പാലൊന്നും ഇനി എനിക്ക് കുടിക്കാൻ വയ്യ, പഴയ ഓരോ ആചാരങ്ങളെ, പാലൊന്നും വേണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാമെന്ന് പറഞ്ഞ് രുക്കു പോയി വാതില് തുറക്കുകയാണ്. എന്നാൽ അവിടെ നിൽക്കുന്നത് അർച്ചനയാണ്. അർച്ചന എന്നിട്ട് വളരെ സന്തോഷത്തോടെ തന്നെ റൂമിനകത്തേക്ക് കയറുന്നുണ്ട്. അർച്ചന എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഇത് പഴയ ബെഡ്ഷീറ്റ് അല്ലേ, ഷെൽഫിൽ വേറെ ബെഡ്ഷീറ്റ് ഉണ്ട്, അതെടുത്ത് വിരിച്ചോ എന്ന് പറയുന്നുണ്ട്. ഇവിടെ അർച്ചന രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, വീട്ടിലേക്ക് വിളിച്ചായിരുന്നോ, അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കായിരുന്നു എന്ന് പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാണ്. അച്ചു അപ്പോ രുക്കുവിനോട് അങ്ങനെയൊന്നും സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ജീവിതം തുടങ്ങാൻ പോകുന്ന അച്ചുവിനോടും രുക്കുവിനോടും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അർച്ചന. എന്നാൽ ഇതൊന്നും കേൾക്കാൻ ഒട്ടും താല്പര്യമില്ലാതെ നിൽക്കുകയാണ് രുക്കു. അർച്ചനയെ ഒഴിവാക്കാനായി രുക്കു ഉറക്കം വരുന്നത് പോലെ അഭിനയിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്, ഞങ്ങൾ കിടന്നോട്ടെ, നാളെ സംസാരിക്കാമെന്ന് പറയുമ്പോൾ അർച്ചനയ്ക്ക് അത് വളരെ സങ്കടാവുന്നുണ്ട്. രുക്കു എന്താ ഇതെന്നൊക്കെ അച്ചു ചോദിക്കുന്നുണ്ട്. എന്നാൽ അർച്ചന പറയുന്നുണ്ട്, ശരി, നിങ്ങൾ എന്തായാലും കിടന്നോ, നിങ്ങൾ ടയേർഡല്ലേ, നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞ് അർച്ചന ആ റൂമിൽ നിന്നും പോവുകയാണ്. അർച്ചന റൂമിൽ നിന്ന് ഇറങ്ങുന്നതും രുക്കു വേഗം പോയി ആ വാതില് കൊട്ടി അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടെ രുക്കു വന്ന് കിടക്കുകയാണ്. ഇത് കണ്ട് അച്ചുവിനും സങ്കടം വരുന്നുണ്ട്. പുറത്ത് നിൽക്കുന്ന അർച്ചനയ്ക്കും ഇത് കണ്ട് ഒരുപാട് സങ്കടാവുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.